ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവേശം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കും. ഞാൻ നോ കമന്റ്സ്. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും, ഞാനിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ല കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കൈരളിയും ദേശാഭിമാനിയും. ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന് എനിക്കും മറുപടിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞത്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു നടപടി പോലും എടുത്തിട്ടില്ല. മോഷണ കേസിലെ പ്രതികളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് പാർട്ടി CPM. അതായത് പേടിച്ചിട്ടാണ്. അവർക്കെതിരായി നടപടിയെടുത്താൽ അവര് ഇനിയും അറിയപ്പെടുന്ന CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നാണ്. ആദ്യം അവർ പറഞ്ഞത് ഏതോ ഒരു പോറ്റി ചെയ്താണെന്നാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞത് എന്താ? ഏതോ ഒരു പോറ്റി ചെയ്തതല്ല, CPM നേതൃത്വത്തിന്, ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്, മന്ത്രിമാർക്ക് എല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാ പ്രതിപക്ഷം പറഞ്ഞത്. പിന്നെ കോടതിയും പറഞ്ഞല്ലോ. ഇത് അറിഞ്ഞിട്ട്, അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്താ ചെയ്ത്? അത് ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും കക്കാൻ ഇറങ്ങിയതല്ലേ. വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെടുത്ത് കൊടുത്തുവിട്ട് ഇല്ലേ? അതല്ലേ കോടതി ചോദിച്ചത്. വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനൽ കൊണ്ട കോടീശ്വരന് വിറ്റു. ഇത് ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനെതിരായി എനിക്ക് കേസ് കൊടുത്തു. ഇപ്പം എന്തായി സ്ഥിതി? ഇപ്പം മൊഴിയുണ്ടോ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട്? കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഞങ്ങളുടെ തെളിവുകളുണ്ടല്ലോ, SITയുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അടക്കമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആളല്ലേ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി. രാഷ്ട്രീയ നേതൃത്വത്തിന്, CPM നേതൃത്വത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും പ്രതിപക്ഷം പറഞ്ഞപ്പോൾ പലരും വിമർശിച്ചു. പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയുടെ വിധിയിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. SIT അത് അന്വേഷിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകല്ലേ, ജയിലിലേക്കുള്ള ഘോഷയാത്രയല്ലേ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? CPM മറുപടി പറയണ്ടേ? അല്ല, നിലവിലെ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് CBI അന്വേഷണമാണ്. പക്ഷെ കോടതി ഇടപെട്ടിട്ട് കോടതി SITയെ നിയമിച്ചു. SITയെ സൃഷ്ടിക്കാൻ ഗവൺമെന്റിനോടല്ല കോടതി പറഞ്ഞത്. കോടതി തന്നെ SITയിലെ അംഗങ്ങളെ സെലക്ട് ചെയ്തു. എന്നിട്ട് കോടതി SITയോട് പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ട് ഒരിടത്തും കൊടുക്കരുത്, ഇവിടെ മാത്രമേ തരാൻ പാടുള്ളൂ. ഗവൺമെന്റിൽ അത്രേ വിശ്വാസമുള്ളൂ. ഗവൺമെന്റ് കൊടുത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.